ഇറാനുമായി പോരടിച്ചതിന് പിന്നാലെ അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ ബജറ്റിനും അപ്പുറം ചെലവ് വന്നതായി പെന്റഗൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയുമാണ്. ജനങ്ങൾ നൽകുന്ന നികുതി പണം ദൂർത്തടിച്ച് ട്രംപിന് ഇനി തച്ചാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. സംഘർഷം 24-ാം ദിവസം കടക്കുമ്പോൾ ആദ്യ 14 ദിവസം കൊണ്ട് മാത്രം $800 മില്യൺ നഷ്ടമാണ് അമേരിക്കയെ തേടിയെത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 6600 കോടി രൂപയുടെ നഷ്ടം അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ട് ചില അറബ് രാജ്യങ്ങളിലും ചില ദ്വീപുകളിലും സൈനിക ഇടത്താവളങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി അമേരിക്ക ചെലവഴിക്കുന്നത്. ഈ സൈനിക താവളങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഇറാൻ ആക്രമണത്തിൽ തകർന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കണമെങ്കിലും കോടിക്കണക്കിന് രൂപ അമേരിക്കയ്ക്ക് ആവശ്യമാണെന്നിരിക്കെ അത്തരം നീക്കങ്ങളൊന്നും നടത്തില്ലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പ്രമുഖ തിങ്ക് ടാങ്കായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തകർന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നിലവിൽ വെടിനിർത്തലിന്റെ വക്കിലാണ് നിൽക്കുന്നത്. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പക്വതയില്ലാത്ത നയങ്ങളാണെന്ന് മുൻ CIA മേധാവിയും മുൻ പ്രതിരോധ സെക്രട്ടറിയുമായ ലിയോൺ പനേറ്റ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ഇറാൻ ഏർപ്പെടുത്തിയ വൻതുക നികുതിയും അമേരിക്കയെ ഒരു വലിയ കെണിയിൽ എത്തിച്ചിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ നിലവിൽ കൃത്യമായ വഴികളില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ഇറാനെതിരെയുള്ള ട്രംപിന്റെ കടുത്ത നിലപാടുകൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നതെന്ന് പനേറ്റ ചൂണ്ടിക്കാട്ടി. 48 മണിക്കൂറിനുള്ളിൽ ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി വെറും വൈകാരിക പ്രകടനം മാത്രമാണെന്നും ഒരു ആധുനിക യുദ്ധത്തെ നേരിടാൻ ആവശ്യമായ കൃത്യമായ തന്ത്രങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അമേരിക്ക ഇറാനെ വില കുറച്ചു കണ്ടുവെന്നും ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇക്കാര്യം നേരത്തെ പല മാധ്യമങ്ങളിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഇറാനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂട്ടുമെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത്. മാസം 1 ആകാൻ പോകുന്നതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇറാന് മേൽ സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും അടിവരയിട്ട് പറയുന്നുണ്ട് അമേരിക്കൻ വിദഗ്ധർ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെട്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ നടപടികൾ സഖ്യകക്ഷികളെ പോലും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന ട്രംപിന്റെ ചിന്ത വെറും മിഥ്യയാണെന്നും ഈ യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സൈനിക സാമ്പത്തിക ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പനേറ്റ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. വ്യക്തമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയ ട്രംപിന്റെ നടപടി ലോകത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്നും മുൻ CIA മേധാവി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിലച്ചതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റം ദൃശ്യമായിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി നയതന്ത്രപരമായ നീക്കങ്ങളാണ് വേണ്ടതെന്ന പക്ഷക്കാരനാണ് പനേറ്റ. എന്നാൽ ട്രംപിന്റെ കടുത്ത നിലപാടുകൾ കാരണം അമേരിക്ക ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് എങ്ങനെ മോചിതനാകുമെന്നും ആർക്കും വ്യക്തമല്ലെന്നും മുൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാനമായ പല സംവിധാനങ്ങളും തകർക്കപ്പെട്ടു കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ജോർദാനിലെ താഡ് മിസൈൽ പ്രതിരോധ ബാറ്ററിയുടെ ഭാഗമായ ANTPY-2 റഡാർ സിസ്റ്റത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയത്. ഈ റഡാർ സിസ്റ്റത്തിന് മാത്രം $485 മില്യൺ വരുമെന്നും പറയുന്നുണ്ട്. വിവിധ താവളങ്ങളിലെ കെട്ടിടങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി $310 മില്യൺ അധിക നഷ്ടവും കണക്കാകുന്നുണ്ട്. ഇതോടെയാണ് ഇംപീച്ച്മെന്റ് ആവശ്യം വ്യാപകമായിരിക്കുന്നത്.